ഗൈസ് റാമോജി ഫിലിം സിറ്റി ഏതൊരു സിനിമ ആസ്വാദകനും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. കാരണം നമുക്ക് ഒത്തിരി പ്ലേസസ് ഇങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്നത് കംപ്ലീറ്റ് നോർത്ത് ഇന്ത്യൻ ലൊക്കേഷൻസ് ആണ് കേട്ടോ. നോർത്ത് ഇന്ത്യൻ ലൊക്കേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടുത്തെ വീടുകൾ, സിറ്റി, ഷോപ്പിംഗ് കോംപ്ലക്സ്, മാർക്കറ്റ്, ഇതെല്ലാം അവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അക്ഷയ് കുമാറിൻ്റെ സൂര്യവംശി എന്നുള്ള ആ ഒരു ഫിലിം കണ്ടിട്ടില്ലേ? ആ ഫിലിമിനകത്ത് ആ ഒരു ബോംബ് ബ്ലാസ്റ്റ്, ബോംബ് സെർച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. അതിനെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പം നിങ്ങൾ റൈറ്റിലും ലെഫ്റ്റിലുമായിട്ട് കാണുന്ന ഈ ഒരു പ്ലേസ് ആണ്. ഇവിടുത്തെ സ്ഥലങ്ങളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ലെഫ്റ്റിൽ കാണുന്നത് ഇതെല്ലാം ആക്ച്വലി സ്ട്രക്ചർ മാത്രമാണ്, ജിപ്സം ബോർഡ് വെച്ചിട്ട് അവരുണ്ടായിരിക്കുന്നതാണ്. ഫ്രണ്ടും ലെഫ്റ്റും റൈറ്റും പോർഷൻസ് മാത്രമേ ഉള്ളൂ. വീട്ടിനകമൊക്കെ കംപ്ലീറ്റ് പൊള്ളയാണ്, പിറകിലോട്ടോ അകത്തോട്ടൊന്നും ഒന്നുമില്ല. സോ അങ്ങനത്തെ ഡമ്മി സാധനങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഇത് കണ്ടല്ലോ താജ്മഹൽ, ഏതൊക്കെയോ നോർത്ത് ഇന്ത്യൻ ഫിലിംസിനകത്തും തെലുഗു മൂവീസിനകത്തൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. റെഫറൻസ് ഗൈഡ് പറയുന്നുണ്ട്, ബട്ട് എനിക്കത് അൺഫോർച്ചുനേറ്റ്ലി മനസ്സിലാകുന്നൊന്നുമില്ല. സോ നമ്മുടെ താജ്മഹലാണ് ഈ കാണുന്നത്. അത് കണ്ടല്ലോ, ഗേറ്റ് വേ ഓഫ് മുംബൈ. സോ അതാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഡൽഹിയിൽ നിന്ന് മുംബൈയിലോട്ട് വരാൻ, മുംബൈയിൽ നിന്ന് ഡൽഹിയിലോട്ട് പോകാനൊക്കെ വെറും 2 മിനിറ്റ് മതി കേട്ടോ. സോ അത്രത്തോളം ഫാസ്റ്റായിട്ട് നമുക്ക് ഇവിടെ പോകാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതും ചെറിയ ചെറിയ ഷോപ്പിംഗ് കോംപ്ലക്സുകളും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കൊൽക്കത്തയാണ്. കൊൽക്കത്തയിലെ ടിപ്പിക്കൽ ബംഗാളി ഹൗസസ്, കൊൽക്കത്ത ഹൗസസ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇതിലെല്ലാം ചെയ്തിരിക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.